عندي خش فصلة يا اخي تفوز فوز والله خش رقصة يا اخي دوس دوس عندي خش فصلة يا اخي تفوز فوز والله خش رقصة والله خش رقصة يا اخي دوس. സോ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഗ്ലോബൽ ടോപ്പർ ആണ് 99%. വൺസ് അഗെയിൻ നല്ലൊരു കൈയടി കൊടുക്കുക. ബിഫോർ ദാറ്റ് അനുശ്രീ എങ്ങനെയാണ് മെഡിക്കൽ കോഡിങ്ങിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്ക് മോക്ക് ചെയ്യുമ്പോഴുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അതായത് PG വേണോ കോഡിങ് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഫസ്റ്റ് നിന്നത്. അപ്പോൾ കസിൻ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അശ്വതി മിസ്സാണ് പ്രീവിയസ്ലി നമ്മളുടെ ടീച്ചർ ആയിരുന്നു. പിന്നെ ഇപ്പോൾ മെഡിക്കൽ കോഡറായിട്ട് കോയമ്പത്തൂർ കോട്ടിവിറ്റിയിൽ വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡും ഓൾറെഡി ഒപ്റ്റം ഹൈദരാബാദിൽ എല്ലാം കാർഡിയക്കാരനെയാണ്. ഓക്കെ, അപ്പോൾ ചേച്ചി വഴിയാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ കോഡിങ് എടുക്കാം, എന്നെ കൊണ്ട് പറ്റും, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ പാടെ മെയ് ഓഫ്ലൈൻ ബാച്ച് ആയിരുന്നു ഇവിടെ. അപ്പോൾ ജോയിൻ ചെയ്തു. ICD CPT അങ്ങനെ 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ആ ഒരു ഫ്ലോയിൽ തന്നെ മോക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ സെപ്റ്റംബർ ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം മോക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഒരു 30 സെറ്റ് നമ്മളെടുത്ത് മോക്കുണ്ട്. പിന്നെ മോക്കൊരു 22 കുറച്ച് ഒരു 10-20 ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ അൺടൈറ്റിൽഡ് PDF നല്ല നോക്കിയായിരുന്നു. അതിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ മോക്ക് ചെയ്തു പോയി. അതില് ഡിസംബർ ഈ ഒരു മാസം ആ ഒരു ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളതിലാണ് മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ. ആ ടൈം യൂട്ടിലൈസ് ചെയ്യാറില്ലേ, എപ്പോഴും നമ്മൾ ക്യാഷ് അടച്ച് ഡേറ്റ് എടുത്താൽ നമുക്ക് ഒരു എനർജി വരും, ചൂട് കയറുമല്ലോ. അപ്പൊ ഡേറ്റ് പെട്ടെന്ന് എടുക്കുക ചെയ്തത്, സ്ലോട്ട് കുറവായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആ ഒരു റഷില് ഇനിയിപ്പോ ഈ മാസം എഴുതാൻ പറ്റിയില്ലെങ്കിലോ വെച്ചിട്ടാണ് 18-ാം തീയതി അങ്ങനെ എടുത്ത്. 9 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഡേറ്റ് എടുത്തിട്ട്. അപ്പൊ ആ ദിവസം കൊണ്ട് പെട്ടെന്ന് ഓരോ ചാപ്റ്റർ വൈസ് നോക്കി. പിന്നെ അൺടൈറ്റിൽഡ് നല്ലോണം ചെയ്തു. അങ്ങനെ മോക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ CPT, ICD, അനാട്ടമി ഇത് മൂന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? സെപ്പറേറ്റ് നോട്ട് ചെയ്ത് നല്ല അറിയണം. അനാട്ടമി നല്ല അറിയണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഷോൾഡർ ബ്ലേഡ്, സ്കാപ്പുല, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. CPT കോഡിൽ സ്കാപ്പുല എന്ന് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഷോൾഡർ ബ്ലേഡ് ആയിരുന്നു. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടേംസ് നമുക്ക് സുഖമായിട്ട് എടുക്കാം. അങ്ങനെ പിന്നെ ബുക്കിലുണ്ട്, നമുക്ക് ആ ഏരിയാസ് ഒക്കെ മെയിൻ ആയിട്ട് അറിയണം. എല്ലാം ബുക്കിലുണ്ട്, അത് പറയാലോ. അപ്പോൾ ബുക്ക് നല്ല പരിചയം വേണം. അപ്പോൾ നമ്മൾ CPC എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യമെങ്കിലും ബുക്ക് ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് പറയും. അതായത് എന്താണ്, ഓരോ പേജും ഇങ്ങനെ എടുത്ത് കോഡ് നോക്കണമെന്നല്ല, പക്ഷേ ഏതൊക്കെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇനി CPC പ്രിപ്പറേഷൻ എന്നുള്ള ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഓരോ സ്റ്റുഡൻറ്റും CPC കഴിയുമ്പോൾ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യണമെന്നാണ് അവർ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിസംബർ മന്ത് ഷെഹന അവരൊക്കെ പോയി എഴുതിയായിരുന്നു. ഒരു കോഡൊക്കെ റിപ്പീറ്റ് ചെയ്ത് അതിലത്തെ ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് കുട്ടികൾ അപ്ഡേറ്റ് ചെയ്യുന്നതും അല്ലാത്ത ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്യുക. പിന്നെ അനാട്ടമി 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഒരുവിധം ബുക്ക് തന്നെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഓരോ സിസ്റ്റം അനാട്ടമി തന്നെ വരുന്നുണ്ട്. പക്ഷെ എത്രത്തോളം പഠിച്ചു വെക്കുന്നു, കാരണം 4 മണിക്കൂറേ ഉള്ളൂ. എല്ലാം കംപ്ലീറ്റ് സെർച്ച് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ബുക്കിൽ എവിടെയെന്ന് കറക്റ്റ് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത് അനാട്ടമി? മുമ്പത്തെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ സെറ്റ് പാറ്റേൺ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ പിന്നെ ഗൈഡ് ലൈൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ICD ഗൈഡ് ലൈൻസ് 7 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗൈഡ് ലൈൻ ഒക്കെ പക്കാ ബുക്കിലുണ്ട്, നമുക്കത് എവിടെയെന്നുള്ളത് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ പിന്നെ മോക്ക് ഫ്ലോ വിടാതെ ചെയ്യുക, കണ്ടിന്യൂസ് തന്നെ ഇരുന്ന് ചെയ്യുക. നമ്മളിപ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ മടുക്കും, അങ്ങനെയല്ല. ഒരു മോക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റാഷണൽ ഒരു ഡൗട്ട് പോലും വിടാതെ നമ്മളത് ക്ലിയർ ചെയ്ത് പോവുക. മിസ്റ്റേക്ക് ആവർത്തിക്കുക. അതെ, പറയാറുണ്ട്. ഇപ്പോൾ ഒരു 30 മോക്ക് ചെയ്യുന്നതിനേക്കാളും ചെയ്യുന്ന മോക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ ആദ്യം 10 മോക്ക് ചെയ്തു, ഒന്നാമത്തെ മോക്കിലുള്ള 20 തെറ്റി. ആ 20 എന്തുകൊണ്ട് തെറ്റിയെന്ന് നിങ്ങൾ ചെയ്യാതെ നെക്സ്റ്റ് മോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതേ സെയിം മിസ്റ്റേക്ക് നിങ്ങൾ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് ചെയ്യുന്ന മോക്കിലും വരുത്തുക. അപ്പോൾ അവർ പറയുന്നത് മോക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇവര് പിന്നെ ഫ്രഷേഴ്സ് ഉണ്ട്. നേരം പോലെ വായിച്ച് അനലൈസ് ചെയ്യുക. അതുപോലെ കോഡ് ഡിസ്ക്രിപ്ഷൻ നല്ലോണം വായിക്കുക. എന്തെങ്കിലും ഒരു വേർഡിന്റെ മാത്രവും ചേഞ്ച് ഉണ്ടാവും. എനിക്ക് ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് ഒരു 1.5 മണിക്കൂറിലേറെ ബാക്കി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് പിന്നെയും റീചെക്ക് ചെയ്യാൻ യൂസ് ചെയ്തു ആ ടൈം. അപ്പൊ ആ റീചെക്ക് ചെയ്തതിൽ ഞാനൊരു CPT കോഡിൻ്റെത് എന്താ പറയാ വാക്സിന്റെ ഒരു കോഡായിരുന്നു. അപ്പൊ ഒരു വേർഡിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ ആദ്യം കൊടുത്തത് തെറ്റ് ഓപ്ഷൻ ആയിരുന്നു. പിന്നെ ആ റീചെക്ക് ചെയ്തതിൽ ഞാൻ ക്വസ്റ്റ്യനും
കോഡും ഒന്നും കൂടെ നോക്കി അതിലാ വേർഡിന്റെ മാത്രം ഒരു വ്യത്യാസം. പിന്നെ ശരിയാക്കിയതാണ്.